പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നു. ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ബോധപൂർവമുള്ള നമ്മുടെ ശ്രമം ഏത് കാര്യം വിജയിപ്പിക്കുവാനും അതിൻ്റെതായ പൂർണ്ണതയിൽ എത്തിക്കുവാനും ഒരു ബോധപൂർവമുള്ള എളിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. എത്ര നിസ്സാരമായ കാര്യമായാലും ശരി, അതിനെ സമ്പൂർണ്ണതയിലേക്ക്, അതിൻ്റെ മനോഹാരിതയിലേക്ക് പൂർണ്ണമായി എത്തിക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ടത് ബോധപൂർവമുള്ളൊരു ശ്രമമാണ്. ആത്മാർത്ഥമായ ആ ശ്രമം നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആസ്വാദ്യപ്രദമാകും. അതാണ് ഒഴുക്ക്. നമുക്കിഷ്ടമുള്ള ഒരു വിനോദം പോലെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കർത്തവ്യ ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരേണ്ട, നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്വം. ആർക്കും തന്നെ ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. അതൊരു ശരിയായ ജീവിതമല്ല മനുഷ്യനെന്ന നിലയിൽ. അപ്പോൾ പരമാവധി നമുക്ക് കഴിയാവുന്ന ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ, ഇന്നലേക്കാൾ കുറച്ചും കൂടി നമുക്ക് എങ്ങനെ സുഖകരമായി, സന്തോഷകരമായി, കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് മുന്നേറാം. അതിനുവേണ്ടി നമ്മളെ ഭാഗത്ത് നിന്ന് എളിയ ശ്രമം വേണമല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബോധപൂർവമുള്ള എളിയ ശ്രമം. നമ്മൾ അതിനുവേണ്ടി പഠിക്കേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ നമ്മുടെ കണ്ണു തുറന്ന് കാണുന്ന ഈ ചുറ്റുപാടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ കൂടെയുള്ളവരെയും മെച്ചപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴേ ഒരു മനുഷ്യനെന്ന പേരിന് അർഹതയുള്ളൂ. മനനേതി മനുഷ്യനാണ്, കാരണം ബന്ധമോക്ഷം. ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോചനം, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഈ യൂണിവേഴ്സൽ ലോ അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ അങ്ങനെ ഒരു പ്രണയത്തിൽ, ഉത്തരവാദിത്വത്തിൽ എല്ലാ നിമിഷവും നമ്മൾ വരവേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ പുതിയ മാനങ്ങൾ, പുതിയ പുതിയ വഴിത്താരുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നതായിട്ട് കാണാം. പലപ്പോഴും എന്നെ കുറച്ച് പേര് വിളിക്കാറുണ്ട്, സാറേ എന്ത് ചെയ്യണം, രാവിലെ ഉണരാൻ പറ്റുന്നില്ല, രാത്രി 2-3 മണി വരെ. ശരിയായിരിക്കാം, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ പരമാവധി നമ്മൾക്ക് നമ്മുടെ സമയത്തേക്ക് ഒന്ന് വേണമെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുക. ഒരാവശ്യം ഉണ്ടാവില്ല. കാരണം ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, ആർഭാടം, ഇങ്ങനെ 3-4 തരത്തിൽ നമ്മൾ ആവശ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം ചെലവഴിക്കണം. അത് ആവശ്യമാണ്, തെറ്റില്ല. പക്ഷേ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയമാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് പലതും പഠിച്ചെടുക്കുവാനും നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് കഴിയും. നമ്മളൊന്ന് ഉണർന്ന് ശടകുടഞ്ഞ്, അതിപ്പോഴാണ്, നാളെയല്ല, ഈ നിമിഷം അതിനുള്ള സമയമാണ്. സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ആർക്കും വേണ്ടി സമയം കാത്തിരിക്കാറില്ല. എല്ലാവർക്കും 24 മണിക്കൂറുകളും. അതിൻ്റെ ഇടയിൽ വേണം നമ്മളുടെ ജീവിതത്തിൻ്റെ മാറ്റുരക്കപ്പെടുന്ന നിമിഷങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം ഒരു മനുഷ്യനെന്ന നിലയിൽ ഈ ഭൂമിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് കുന്തിരിക്ക പന്തം പോലെ, വ്യാസമഹർഷി പറയാണ്, കുറച്ചു കാലം ജീവിച്ചാൽ മതി ഭൂമിയിൽ. കുന്തിരിക്കം പന്തം പോലെ ജ്വലിച്ചുകൊണ്ട്, നമ്മുടേതായ വ്യക്തിത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, തനതായ ജന്മ നിയോഗത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ നിത്യം നിരന്തരം അനവരതം അശ്രാന്തം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുവാനുള്ള സമയം ഇതാണ്, ഇപ്പോഴാണ്. ഇപ്പോഴത്തന്നെ ഉണർന്ന് ചടകുടഞ്ഞ് പലതും നമ്മൾക്ക് ചെയ്ത് വിജയിക്കാം. ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാളെ നീളെ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്. 10 വർഷം മുമ്പേ ചെയ്യേണ്ട കാര്യം നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്, അത് എത്രയോ ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മളന്ന് ചെയ്യില്ല. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ സുഹൃത്തുക്കളെ, ഈ തീരത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സന്തോഷമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.